കസ്റ്റമർ പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട്, നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആങ്ങളെ വന്ന്, പിന്നെ ഞാനും ഓനും ഫ്രണ്ടായി, ഓൻ്റെ കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ടായാലും എവിടെ എനിക്ക് സ്വാഗതം. എന്നെ ഓരോരുത്തരും എൻ്റെ വീട്ടിൽ വന്നിട്ട് BMW ഫോർച്യൂണറിലൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകും. കാരണം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ, സ്വർണ്ണത്തിൻ്റെ വിലയുള്ള ഡയമണ്ട് പോലെ ഇരിക്കുന്ന സാധനമാണ്. വെറുതെ കിട്ടണം, ഇതാരും വെറുതെ കിട്ടില്ല. ഇതൊരു ലേശത്തിന് കൊടുക്കണം 1500-3000. ഇതെല്ലാവരും വെറുതെ ഇതാക്കി. അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ കൊടുത്തപ്പോൾ അവരെ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്നടിച്ച്. പിന്നെ ആങ്ങളും പെങ്ങളും അടിക്കും. പിന്നെ ഒരു വീട്ടിൽ ഉപ്പടിക്കും, മക്കളും അടിക്കും. അത് അവർ തമ്മിൽ അറിയില്ല, ഇപ്പം അറിയുന്നുണ്ടാവും. അതൊക്കെ അവർക്കറിയാം. കാരണം ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. സാധാരണ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, യൂസിങ്ങാരാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ആരൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഞാനൊരു കച്ചവടക്കാരനായതുകൊണ്ട് എനിക്ക് ആരൊക്കെ ഉപയോഗിക്കുന്നത്, ആരൊക്കെ സൈലന്റ് കില്ലർമാരുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ എനിക്കറിയാം, എല്ലാം അറിയാം. ഒരുപാട് ആൾക്കാരും ഒരുപാട് കുടുംബങ്ങൾ തെറ്റിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഡൈവോഴ്സ് ആയിട്ടുണ്ട്. ഈ കാരണം സംശയം, എൻ്റെ വൈഫ് ആരുമായിട്ട് ബന്ധമുണ്ട്, സംശയം തോന്നുകയാണ്. അത് ഓട്ടോമാറ്റിക്കലി ഉപയോഗിക്കുന്നവർക്ക് സംശയരോഗം കുറച്ച് കൂടുതലാണ്. സംശയം കൂടുതലാണ്. അത്രയും സംശയമാണ് ഇതിന്റെ മെയിൻ. നമ്മൾ ഫ്രണ്ട്സിനായിട്ട് സംശയം, ഫ്രണ്ട്സ് എന്തെങ്കിലും അവിടെ ഇരുന്ന് ആരെങ്കിലും ഫോൺ വിളിക്കുകയാണെങ്കിൽ നമ്മൾ കൂട്ടത്തിലിരിക്കുമ്പോൾ ഇയാൾക്ക് വിളിച്ച് ഇതിനെ കുറിച്ച് എന്തോ പറഞ്ഞു അവിടെ നിന്ന് എന്തെങ്കിലും പലതാണ് നമ്മൾ ചിന്തിക്കുകയാണ്. അതാണ് ഇതിന്റെ മെയിൻ സംശയമാണ്.